ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുർമുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വസുദേവസുതം ദേവം तं सचानूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं. जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द. हरे कृष्ण 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 हरे हरे, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വൈകുണ്ഠേശ്വര പ്രഭുവാണ്. പ്രഭുവിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രഭു തിരുവനന്തപുരം സ്വദേശിയാണ്. 1993 പ്രഭു ഇസ്കോണിൽ ചേർന്നത്. 2000 ജയപ്രകാശ് സ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ദീക്ഷ എടുക്കുകയും ഇപ്പോൾ ഗുരുവായൂർ ഇസ്കോണിൻ്റെ ചുമതലയും അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം നോക്കി നടത്തുന്ന പ്രഭുവാണ്. കൂടാതെ തൃശ്ശൂർ ഇസ്കോണിൻ്റെയും ചുമതല പ്രഭുവാണ് നോക്കി നടത്തുന്നത്. ബാക്ക് ടു ഗോഡ് ഹെഡ് എന്ന മാഗസിനിൽ പ്രഭുവാണ് കൈകാര്യം ചെയ്യുന്നത്. ബാക്ക് ടു ഗോഡ് ഹെഡ് എന്ന മാഗസിനിൽ മാനേജർ ആയിട്ടാണ് പ്രഭു ഇരിക്കുന്നത്. പ്രഭുവിനെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. തുടങ്ങാമോ? പ്രഭു മ്യൂട്ടാ പ്രഭു. ഓക്കെ, തുടങ്ങാമല്ലോ അല്ലേ? ഹരേ കൃഷ്ണ, തുടങ്ങാം. താങ്ക് യു. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമാഗ്യം ദദാതി സ്വപദാന്തിഹം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, ഗൗരപ്രേമാനന്ദ. അപ്പം ഇന്നത്തെ വിഷയം എങ്ങനെയാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, പ്രവേശിക്കുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ചാണ്. അപ്പോൾ ഭഗവത്ഗീതയ്ക്കകത്ത് 15-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അബോഹനം ച വേദേഷു സർവൈരഹമേവ വേദ്യോ വേദാന്തഹൃത്വേദ വിദേവ ചാഹം എന്ന് പറയുന്നുണ്ട്. സർവജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നുളവാകുന്നു. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. അപ്പോൾ സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും എവിടെയാ സന്നിവിഷ്ടനായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹൃദയത്തിലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹൃദി സന്നിവിഷ്ട. മത്തസ്മൃതി ജ്ഞാനം, എന്നിലിരുന്നാണ് ഓർമ്മ, സ്മൃതി, ജ്ഞാനം, അറിവ് എല്ലാം ഉണ്ടാകുന്നത് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. എന്നാൽ എല്ലാ വേദങ്ങളിലിരുന്ന് അറിയേണ്ടതും എന്നെ തന്നെയാണ്. വേദങ്ങളെ ഉണ്ടാക്കിയതും ഞാനാണ്, അതറിയുന്നതും ഞാനാണ്. അപ്പോൾ വേദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. എന്തിനാ ഭഗവാൻ വേദങ്ങളെ ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദത്തിൽ നിന്ന് ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വേദങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വേദത്തിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി
ആ കൃഷ്ണനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേദത്തിനെ നമുക്ക് മനസ്സിലാക്കണം. പിന്നെ വേദത്തിൻ്റെ ലക്ഷ്യം, ഗോൾ എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, ഈ വേദം പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കൃഷ്ണനെ മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, കൃഷ്ണൻ്റെ സ്വധാമത്തിലോട്ട് തിരിച്ചു പോവുക, നിത്യം കൃഷ്ണൻ്റോടൊപ്പം വസിക്കുക, കൃഷ്ണന് സേവനം ചെയ്യുക. ഇതാണ് ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ ഇവിടെ സംബന്ധ, പ്രയോജന, അഭിധേയ എന്ന് 3 കാര്യങ്ങൾ പറയുന്നത്. സംബന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനും നമുക്കും തമ്മിലുള്ള സംബന്ധത്തിനെ കുറിച്ച് പറയുന്നു, ബന്ധത്തിനെ കുറിച്ച് പറയുന്നതാണ്. കൃഷ്ണനിൽ നിന്ന് നമ്മൾ വന്നവരാണ്, കൃഷ്ണൻ്റെ അംശമാണ്. എങ്കിലും നമ്മൾ കൃഷ്ണനെ പോലെ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ടെങ്കിലും കൃഷ്ണൻ്റെ ഗുണം എന്ന് പറയുന്നത് പരമോന്നതമായ ഗുണമാണ്. നമുക്ക് കൃഷ്ണൻ്റെ ഒരു ചെറിയ അംശം നമുക്കുണ്ട്. ആ ഗുണങ്ങളെല്ലാം, ഭഗവാന്റെ ഗുണങ്ങളെല്ലാം, നമ്മുടെ ഈ ഗുണങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, കൃഷ്ണനും നമുക്കും ബന്ധം എന്താണ്? നമ്മൾ കൃഷ്ണൻ്റെ നിത്യദാസനാണ്, സേവനം ചെയ്യേണ്ടതാണ് ഓരോ ജീവാത്മാക്കളുടെയും ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംബന്ധ എന്ന് പറയുന്നത്, ആ ബന്ധം എന്ന് പറയുന്നത്. അടുത്തത് ഇതിൻ്റെ റിസൾട്ട് എന്താണ്? പ്രയോജനം. നമുക്ക് എന്ത് പ്രയോജനം? ഇങ്ങനെ കൃഷ്ണനും നമ്മളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൗതിക ലോകത്തിൽ ത്രിഗുണത്തിലെ പെട്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ദുരിതങ്ങളിലിരുന്ന് കരകയറാൻ പറ്റും, അല്ലെങ്കിൽ മുക്തി നേടാൻ പറ്റും. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി നേടിയിട്ട് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലോട്ട് പ്രവേശിക്കാൻ സാധിക്കും. അതാണ് പ്രയോജനം. നമുക്ക് എന്നും കൃഷ്ണന് സേവനം ചെയ്യാം, മായയുടെ പിടിയിൽ പെടാതെ എപ്പോഴും കൃഷ്ണനെ മറക്കാതെ എപ്പോഴും കൃഷ്ണന് സേവനം ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ പ്രയോജനം. അപ്പോൾ സംബന്ധ, കൃഷ്ണനും നമുക്കും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രയോജനമുണ്ട്. എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്നും കൃഷ്ണൻ്റോടൊപ്പം വസിക്കാം, അവിടെ കൃഷ്ണൻ്റോടൊപ്പം കൃഷ്ണന് സേവനം അനുഷ്ഠിക്കാം. ഇതാണ് നമ്മുടെ പ്രയോജനം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അഭിധേയ എന്ന് പറയുന്നുണ്ട്. അഭിധേയ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സംബന്ധം മനസ്സിലാക്കി, പക്ഷെ നമുക്ക് പ്രയോജനം കിട്ടണം. പക്ഷെ ഇതെങ്ങനെ പ്രയോജനം കിട്ടും? അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കൃഷ്ണൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യമാണ് വേണ്ടത്? നമുക്കൊരു ക്വാളിറ്റി വേണം. ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരു സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡോക്ടറിന് പഠിക്കണമെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാവണം. നമ്മൾ ഡിഗ്രി പഠിച്ചിരിക്കണം, ഡോക്ടറിന് പഠിക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് അവർ തീരുമാനമെടുക്കണം, അതിൻ്റെതായ മാർക്കുണ്ടാകണം, എങ്കിലേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. ഒരു ഫോറിൻ കൺട്രിയിൽ, ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിൽ പോകണമെങ്കിൽ തന്നെ നമുക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടാകണം. നമുക്ക് അസുഖം പിടിച്ച വ്യക്തിയായിരിക്കാൻ പാടില്ല, നമ്മൾ ക്രിമിനൽസ് ആയിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അവിടെ പോകാനുള്ള ടിക്കറ്റിൻ്റെ കാശും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വ്യക്തിയായിരിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ കുറേ ഫെസിലിറ്റീസ് നമുക്ക് കുറച്ച് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മളെ ആ രാജ്യത്തിലോട്ട് കടത്തും. അതാണ് ചെയ്യുന്നത്. അതുപോലെ ഭഗവാന്റെ ലോകത്ത് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ക്വാളിറ്റി വേണം. എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാധന. അപ്പോൾ അഭിധേയ എന്ന് പറഞ്ഞാൽ ഈ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. എന്ത് പ്രാക്ടീസ് ചെയ്യും? നിത്യം എപ്പോഴും കൃഷ്ണസ്മരണയിൽ ഇരിക്കാൻ വേണ്ടി നാമജപം ചെയ്യും, കീർത്തനം ചെയ്യും, നാമജപം ചെയ്യും, ഭഗവാനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കൃഷ്ണസ്മരണയിലിരിക്കും. അന്തേ നാരായണ സ്മൃതി, അവസാനം ശരീരം ഉപേക്ഷിക്കുമ്പോൾ നാരായണനെ ഓർക്കാൻ സാധിക്കും. ആ ഒരു ക്വാളിറ്റി നേടിയെടുക്കണം. അതാണ് അഭിധേയ എന്ന് പറയുന്നത്. അപ്പോൾ സംബന്ധ, അഭിധേയ, പ്രയോജന, എങ്കിൽ നമുക്കെന്ത് യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ അടുത്ത് പോകാം എന്നുള്ളതാണ്. അപ്പോൾ കൃഷ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്ന വ്യക്തിയാണ്. ആ കൃഷ്ണനെ മനസ്സിലാക്കണമെങ്കിൽ കൃഷ്ണൻ്റെ തന്നെ അനുഗ്രഹം വേണം എന്നാണ് പറയുന്നത്. പക്ഷെ ജീവാത്മാക്കൾ പലപ്പോഴും ജീവാത്മാവിന് എന്ത് സംഭവിക്കും വെച്ചാൽ മറന്നുപോകും. ഞാൻ എന്തിനാണ് ഈ ഭൗതിക ലോകത്ത് വന്നത്? ഞാൻ എന്തിനാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്? ഞാൻ എങ്ങനെ ഭഗവാനെ എപ്പോഴും ഓർക്കാൻ പറ്റും? ഈ ഭഗവാൻ ആരാണ്? എനിക്കും ഭഗവാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം മറന്നുപോകും. നമ്മൾ ഭൗതിക വിഷയത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റില്ല? ഭഗവാന്റെ ലോകത്ത് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഇൻ്റലിജൻറ്റ്, ഭഗവാനെ ഓർക്കാനുള്ളതും ഭഗവാന് സേവനം ചെയ്യാനുള്ള ആ ബുദ്ധി ആരാ തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനാണ് തരുന്നത്.
ഭഗവാൻ ഭഗവത്ഗീതയിൽ തഥാമി ബുദ്ധിയോഹം തമ്യേന മാമുപയന്തിതേ, എന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞാൻ തന്നെ നൽകുന്നു എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ബുദ്ധി ആരാ തരുന്നത്? ഭഗവാനാണ് തരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കി ഹൃദയത്തിലെ ഭഗവാനെ വസിക്കണം. എപ്പോഴും ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെന്ന് നമുക്ക് തോന്നണം. അതാണ് ഭഗവാൻ പ്രവേശിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ടാവില്ല. ജീവാത്മാവ് പരമാത്മാവ് ഒരു ശരീരം വിട്ട് പുറത്തു പോയാൽ ആ ശരീരം ഡെഡ് ബോഡിയാണ്, അത് ജഡവസ്തുവാണ്, അത് നശിച്ചു പോകും. പക്ഷെ ജീവാത്മാവും പരമാത്മാവും ഹൃദയത്തിൽ ഇരിക്കും വരെ മാത്രമേ ആ ശരീരം തേജസ്സായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അങ്ങ് നിൽക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ ഹൃദയത്തിൽ ഓൾറെഡി കുടികൊണ്ടിട്ടുണ്ട്, അവിടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് ഭഗവത്ഗീതയിൽ നമ്മളൊരു ചിത്രം കണ്ടതാണ്. ഒരു പക്ഷി ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും, വേറൊരു പക്ഷി അടുത്ത് നിന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പഴങ്ങൾ കഴിക്കുന്നത് ആരാണ്? നമ്മളെ പോലത്തെ ജീവാത്മാക്കൾ. കൃഷ്ണനെ മറന്നിട്ട് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കൃഷ്ണൻ അടുത്തിരിക്കുന്നു, ആ കൃഷ്ണന് പോലും കൊടുക്കാതെ സ്വയമേ കഴിച്ച് പാവമെല്ലാം കഴിച്ച് സ്വന്തമായിട്ട് കഴിച്ചിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഭഗവാൻ വിചാരിക്കുകയാണ്, പാവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജീവാത്മാവ്. ഈ ജീവാത്മാവ് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കില്ലേ എന്ന് പറഞ്ഞ് ഭഗവാൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ പ്രാവശ്യം. അപ്പോൾ രണ്ട് പക്ഷികളുടെ പടം ഇട്ടിട്ടുണ്ടാകും ഭഗവത്ഗീതയിൽ. എന്താണ്? ഒരു പക്ഷി പഴം കഴിക്കുന്നതും ഒരു പക്ഷി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് എന്നെ ഒരു ക്ഷണം ആ ജീവാത്മാവ് നോക്കിയാൽ ഞാൻ ആ ജീവാത്മാവിനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ കാരുണ്യപൂർവ്വം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? എനിക്ക് സമയമില്ല, ഭഗവാനെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല, ഞാൻ കഴിക്കാനാണ് എനിക്ക് സമയം എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താകും? നമ്മൾ പാവങ്ങൾ കൂടി 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 വരും. അപ്പോൾ ആ പാവം മാറണമെങ്കിൽ ഇവിടെ പറയാണ് ശൃണ്വതാം സ്വകത കൃഷ്ണ പുണ്യശ്രവണ കീർത്തനം. നമ്മൾ ശൃണ്വതാം കേൾക്കണം. എന്താണ് ശൃണ്വ? സ്വകഥ. ആരുടെ കഥ? ഭഗവാന്റെ കഥ. ശൃണ്വതാം സ്വകഥ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനം. അങ്ങനെ കേൾക്കുന്നത് എങ്ങനെയാണ്? അത് പുണ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പാവം, നമ്മൾ ഒരു സൈഡ് പാവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പാവപ്രവർത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃഷ്ണനെ മറന്നുപോകും. ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നു എന്നുള്ള കാര്യമേ നമ്മൾ മറന്നു. പക്ഷെ ഇവിടെ കൃഷ്ണനെക്കുറിച്ച് നിരന്തരം കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് ശ്രവണമുണ്ടാകും, ആ സ്മരണയുണ്ടാകും. പുണ്യശ്രവണ കീർത്തനം. ആ ഭഗവാന്റെ നാമത്തിനെക്കുറിച്ച് കേൾക്കുക, ആ നാമം ജപിക്കുക, ഭഗവാന്റെ ലീലയെക്കുറിച്ച് കേൾക്കുക, മറ്റുള്ളവർക്ക് ലീലയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ സ്മരണയുണ്ടാവും നമുക്ക് പരിശുദ്ധമായിട്ട്. ഹൃദയന്തസ്തോഹി അഭദ്രാണി വിധിനോതി സുഹൃസതാം. ഹൃദയത്തിലുള്ള എല്ലാ അഭദ്രാണി, എല്ലാ മാലിന്യങ്ങളും അങ്ങനെ ഇല്ലാണ്ടായിപ്പോകും അല്ലേ? അപ്പോൾ ആ ഹൃദയത്തിലെ മാലിന്യമില്ലാതെ, ഹൃദയത്തിൽ മാലിന്യമുണ്ടെങ്കിൽ നമുക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല, ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കണം. കാരണം ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്, എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. പക്ഷെ ആ ഹൃദയം ഇപ്പം എങ്ങനെയായിരിക്കുന്നു? ഹൃദയം മുഴുവനും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അഴുക്കുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ആരെ പ്രതിഷ്ഠിക്കില്ല? ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. ഒരമ്പലമാണെങ്കിൽ പരിശുദ്ധമായിരിക്കും, പുണ്യാവമൊക്കെ ചെയ്ത് പരിശുദ്ധമാക്കിയിട്ട് അവിടെയാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ഭഗവാൻ പ്രത്യക്ഷമായിട്ടിരിക്കുകയാണ്. പരീക്ഷിത് മഹാരാജന് കാണിച്ചു എത്ര സൈസിലാണ് ഇരിക്കുന്നത്. ഭഗവാൻ തമ്പ് പെരുവിരലിൻ്റെ സൈസിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ ഹൃദയത്തിലിരിക്കുന്ന ആ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റാതെയാണ്. എന്തുകൊണ്ട്? മാലിന്യം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ കൃഷ്ണനെ കാണണമെങ്കിൽ, ആ ഭഗവാനെ കാണണമെങ്കിൽ കാണാനുള്ള ത്വരയെ വളർത്താം. അപ്പം നമ്മൾ കേട്ടു വാചോവേഹ മനസ ക്രോധവേഹ ജിഗ്വാവേദ ഉദര ഉപസ്ഥവേഹ ഏതാൻ വേഹാൻ ഏ വിഷവേദ ധീരത സർവമപി മാം പ്രതിവിംസ ശിഷ്യാ. വാചോവേഹ, വാക്കിൻ്റെ വേഗത്തിനെ നിയന്ത്രിക്കണം. വേഗം എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നാണ് അർത്ഥം. വേഗം നമ്മൾ പറയും വേഗത്തിൽ പോകുമെന്ന് പറയും. അപ്പം വേഗം എന്താണ്? വേഗം നമ്മുടെ മനസ്സിങ്ങനെ ഭൗതികമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യൂ. വാച്ചോ വേഗം. മനസ്സക്രോധവേഗം, മനസ്സിനെയും ക്രോധത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയൊക്കെ വേഗം നിർത്തും, സ്പീഡ് കുറയ്ക്കും.
എങ്ങനെ കുറയ്ക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് നമ്മൾ കുറയ്ക്കാൻ പറയും. കാരണം ആ സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ മറക്കേണ്ട ഇടയാകും. ജിഗ്വ, നാവ്, എല്ലാം നമ്മുടെ ശരീരത്തിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ നാവാണ് എല്ലാത്തിനും കാരണം. നാവ് കൊണ്ട് അനാവശ്യം സംസാരിച്ച്, ആവശ്യമില്ലാതെ സംസാരിച്ച് നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ നാവ് കൊണ്ട് കഴിക്കാൻ പാടില്ലാത്തതെല്ലാം കഴിച്ച് കൺട്രോളേ ഇല്ലാതെ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് മൊത്തം പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നാവ് പ്രശ്നമാണ്. ആ നാവ് ഇപ്പോൾ എവിടെ ആരെയെ പ്രീതിപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയറിനെ, ഉദരത്തിനെ പ്രീതിപ്പെടുത്തും. ഉദരം നിറഞ്ഞാൽ, ഉദരം വയറ് നിറഞ്ഞു, എല്ലാം പെർഫെക്റ്റാണ് എങ്കിൽ അടുത്തത് നമുക്ക് ജനനേന്ദ്രിയം പ്രവർത്തിക്കും. അപ്പോൾ കാമമുണ്ടാകും. അപ്പോൾ കാമമുണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രോധം ഉണ്ടാകും, സമ്മോഹമുണ്ടാകും. സമ്മോഹ സ്മൃതിഭ്രംശ, സ്മൃതി പോവും, ഓർമ്മ പോവും. സ്മൃതിഭ്രംശ ബുദ്ധിനാശം, ബുദ്ധി നശിച്ചു പോകും. ബുദ്ധിനാശം പ്രണശ്യതി, സർവനാശം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഇന്ദ്രിയത്തിനെ നിയന്ത്രിച്ച് നമ്മുടെ ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള ത്വരയെ വളർത്തണം. എങ്കിൽ ആ ഹൃദയം ഭഗവാനെക്കുറിച്ച് കൂടുതൽ കേൾക്കുമ്പോൾ ആ ഹൃദയം പരിശുദ്ധമാകും എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് കേൾക്കേണ്ടത്? കേൾക്കുക, ജപിക്കുക. ഭഗവാന്റെ നാമം, പരിശുദ്ധ നാമം ജപിക്കുമ്പോൾ, നിരന്തരം ഭഗവാന്റെ പരിശുദ്ധ നാമം ജപിക്കുമ്പോൾ എന്താ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഫൻസ്ലെസ് ആയിട്ട്, അപരാധമില്ലാതെ ജപിക്കണം. മറ്റു ഭക്തന്മാരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പല കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നാമം ജപിക്കുക, ഇതൊക്കെ നാമാപരാധം എന്ന് പറയും. അപ്പോൾ നാമാപരാധം ചെയ്യാൻ പറ്റില്ല, അതൊരു അഫൻസാണ്. അപ്പം അപരാധം എങ്ങനെ ചെയ്യാതെ ഭഗവാന്റെ ശുദ്ധനാമം ജപിച്ച് പഠിക്കണം. പക്ഷെ തുടക്കത്തിൽ അത് സാധിക്കില്ല, കുഴപ്പമില്ല. എന്നിരുന്നാലും ക്രമേണ നമ്മൾ ഓരോന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി കൃഷ്ണ രാമ ഹരേ എന്നുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മൾ ഭഗവാന്റെ താമരപാദങ്ങളെ സ്മരിച്ചില്ലെങ്കിൽ പോലും പ്രഭുപാദ് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കേട്ടാൽ മതി. അപ്പോൾ നമ്മൾ ജപിക്കുന്ന മാല ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ അത് കേൾക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ കൃഷ്ണ രാമ ഹരേ എല്ലാം കേൾക്കുകയാണ്. അപ്പോൾ കൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ അത് കൃഷ്ണനാണ്, രാമ എന്ന് പറയുമ്പോൾ രാമചന്ദ്രമൂർത്തിയോക്കും, ഹരേ എന്ന് പറഞ്ഞാൽ ശ്രീമതി രാധാരാണിയാണ്. അപ്പം അങ്ങനെ ശ്രദ്ധയോടുകൂടി അപരാധമില്ലാതെ ജപിക്കുന്നവരുടെ ഹൃദയം പരിശുദ്ധമാകും. ഇമ്മീഡിയറ്റായിട്ട് ആ ഹൃദയം വളരെ പരിശുദ്ധമായിട്ട് മാറും എന്നുള്ളതും പറയുന്നു. അപ്പം ആ സ്ഥലത്ത് മാത്രമേ ആരുടെ വാസം ഉണ്ടാകത്തുള്ളൂ? ഭഗവാന്റെ വാസം ഉണ്ടാകത്തുള്ളൂ. ഭഗവാൻ വസിക്കണമെങ്കിൽ ആ സ്ഥലം പരിശുദ്ധമാക്കണം. ആ സ്ഥലത്തിലെ പാവങ്ങളെല്ലാം നമുക്ക് ഹൃദയത്തിലിരുന്ന് മാറിപ്പോകണം എന്ന് പറയാണ്. അപ്പോൾ ഭൗതിക ആഗ്രഹം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മനസ്സിൻ്റെ പാവം എന്ന് പറയുന്നത്, നമുക്ക് പാവം എങ്ങനെയാണ് പാവം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതിക ആഗ്രഹത്തിൽ നിന്നാണ് പാവം ഉണ്ടാകുന്നത്. കാരണം ആഗ്രഹങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് പാവം ചെയ്തു തുടങ്ങും. എങ്ങനെ ചെയ്യും? ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഇവൻ നമ്മൾ കൃഷ്ണഭക്തനായിട്ടിരിക്കാം, പക്ഷെ നമ്മൾ കടയിൽ നിന്ന് നേരിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് അതെല്ലാം പാചകം ചെയ്ത് ഭഗവാന് നിവേദിക്കാതെയാണ് കഴിക്കുമെങ്കിൽ അത് പാവമാണ്. കാരണം അതിനെല്ലാം ജീവനുണ്ട്. ഒരു വെജിറ്റബിൾ, പച്ചക്കറിക്ക് നമ്മൾ വിചാരിക്കും ജീവനില്ല എന്നല്ല, പച്ചക്കറിക്ക് ജീവനുള്ളതുകൊണ്ടാണ് വളർന്നത്. പയറിന് ജീവനുണ്ട്. ആ പയറിനെ വെള്ളത്തിലിട്ടാൽ അതിൽ നിന്ന് പൊടിക്കും, അടുത്ത പയറുണ്ടാകും. അപ്പോൾ അതിനകത്ത് ജീവനുണ്ട് അല്ലേ? പക്ഷെ ആ ജീവനെ, ജീവസ്യ ജീവന, ഒരു ജീവനെ കഴിച്ചേ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഭഗവാന് കൊടുക്കാതെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് പാവമാണ് ഭുജിക്കുന്നത്. നമ്മൾ കഴിക്കുന്നത് എന്തായിരിക്കും? പാവമായിരിക്കും. അപ്പോൾ അവിടെ അത് ഭഗവാന് നിവേദിച്ചിട്ട് കഴിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധമാകും. അപ്പോൾ ശരീരം പരിശുദ്ധമാകും, ഹൃദയം പരിശുദ്ധമാകും. അപ്പോൾ ഹൃദയത്തിൽ എന്താണ്? ഒരിക്കലും ഒരു ഹൃദയത്തിനകത്ത് ഭൗതിക ആഗ്രഹം, എന്താണ്, ഒരു പണം, വെൽത്ത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള വിചാരം, ഇതെല്ലാം വന്നു പോയാൽ ആ ഹൃദയം മാലിന്യപ്പെട്ടു പോകും.
ഒരു സ്ത്രീയോ ഒരു പുരുഷനെയോ കുറിച്ച് എപ്പോഴും വിചാരിക്കുകയും ഭൗതിക സമ്പത്തിനെക്കുറിച്ച് എപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ ഹൃദയം മാലിന്യപ്പെട്ടു പോകും. അവിടെ പരിശുദ്ധി ഉണ്ടാവില്ല. ആ ഹൃദയത്തിലെ ഭഗവാൻ വസിക്കില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് എല്ലാം ഉണ്ടാകും, പക്ഷെ അവർക്ക് ഒരു തരത്തിലും താല്പര്യമുണ്ടാവില്ല, ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, നദനം നചനം നസുന്ദരി കവിതാംബ ജഗതീശ കാമയെ മമ ജന്മനി ജന്മനീശ്വര ഭവതാർ ഭക്തിരഹൈതി ത്വയി എന്ന് പറയുന്നത്. അപ്പം നാ ജനം, ചൈതന്യം പറയും, എനിക്ക് ജനങ്ങളെ ആവശ്യമില്ല. നാ ജനം നാ ധനം, നാ ജനം നാ ധനം, എന്താ പറയുക, നാ സുന്ദരി, എനിക്ക് സുന്ദരിയായ സ്ത്രീകൾ വേണ്ട, ജനങ്ങൾ വേണ്ട, ധനം വേണ്ട, അല്ലേ? മമ ജന്മനി ജന്മനീശ്വര ഭവതാ ഭക്തിരഹേതി ത്വയി. അപ്പോൾ എത്ര ജന്മമെടുത്താലും കുഴപ്പമില്ല, അങ്ങയുടെ അഹൈതുകമായ സേവനം ചെയ്താൽ മതി, ത്വയി, അങ്ങയുടെ സേവനം ചെയ്താൽ മതി എന്നാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ഞാൻ ജനിക്കുന്നത് കൊണ്ടും എനിക്ക് വിഷമമില്ല. ഞാൻ നരകത്തിലായിക്കോട്ടെ ജനനം, എൻ്റെ ജനനം സ്വർഗത്തിലായിക്കോട്ടെ, എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എപ്പോഴും എനിക്ക് എന്താ വേണ്ടത്? ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കണം. അതാണ് ഒരു പരിശുദ്ധമായ ഭക്തൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആഗ്രഹം. നമ്മുടെ ഹൃദയത്തിൽ 100 കണക്കിൽ ആഗ്രഹം, ഇങ്ങനെ കുന്നോളം ആഗ്രഹം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ അടുത്തിരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന ഭഗവാനെ കാണണമെങ്കിൽ നമ്മുടെ ഹൃദയം എങ്ങനെ ഉണ്ടാകണം? അത്രയും പരിശുദ്ധമായി ഇരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ നിരന്തരം ഭഗവാന്റെ നാമത്തിനെക്കുറിച്ച് കീർത്തിക്കുകയും ഭഗവാനെ കീർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗ്രാജ്വലി ക്രമേണ അവർക്ക് എന്തുണ്ടാകും? അവർക്ക് അവരുടെ ഒറിജിനൽ ഐഡൻറ്റിറ്റി, റിയലായിട്ട് ഞാൻ ആരാണ് എന്നുള്ള കാര്യം ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനെന്താണ്? ഭൗതികമായിട്ട് വരുന്ന ഡിസ്റ്റർബൻസ് ഉണ്ട് നമുക്ക്, ഭൗതിക ആഗ്രഹങ്ങൾ, ഭൗതിക ചില കാര്യങ്ങൾ, ഇതെല്ലാം പതുക്കെ കുറയ്ക്കണം. ഈ ആഗ്രഹങ്ങളെ മാറ്റി നിർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വിദ്യതേ ഹൃദയഗ്രന്ഥി ചിത്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യകർമാണി ദൃഷ്ട ഏവാത്മനി ഈശ്വര എന്ന് പറയുന്നു. അപ്പോൾ ഹൃദയഗ്രന്ഥി, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു നോട്ടുണ്ട്, ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതെന്താണ്? ഭൗതികമായ വിഷയത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഇങ്ങനെ കെട്ടായിട്ടിങ്ങനെ കിടക്കുന്നത്. ഇത് ഉള്ളത് വരെ നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാകും, അത് വിട്ടുപോകില്ല. അത് വിട്ടു പോകണമെങ്കിൽ അതിങ്ങനെ അഴിച്ചു വിടണം. അപ്പോൾ ആ ഹൃദയഗ്രന്ഥി എന്താ പറയുക, ആ നോട്ടിട്ടിരിക്കുന്നതിന് അതിനെ അഴിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പരമാത്മാവിനെ യജമാനായിട്ട് നമ്മൾ കണക്കാക്കണം. പരമപുരുഷ ഭഗവാനാണ് എൻ്റെ എല്ലാം, എൻ്റെ യജമാനൻ എന്ന് നമ്മൾ കണക്കാക്കണം എന്ന് പറയാണ്. ഇത് ഒരു തരത്തിലും ഭൗതിക അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഭഗവത് സേവനം ചെയ്യണം. എങ്കിൽ മാത്രം നമുക്ക് ആ ഹൃദയത്തിൽ കൃഷ്ണഭക്തി ഉണ്ടാകൂ എന്ന് പറയണം. അപ്പോൾ അത് ആർക്ക് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിരന്തരം കൃഷ്ണനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭഗവാൻ തന്നെ വന്നിട്ട് അതിനെല്ലാം എന്താ പറയുക, ആ ഡാർക്ക്നെസ്, നമുക്ക് തമോ ഗുണം, മായ എന്ന് പറയുന്നതിനെ ഇല്ലാതാക്കി തരും. കൃഷ്ണ സൂര്യ സമഹ മായാഹയ അന്ധകാര യഹാൻ കൃഷ്ണ താഹാൻ നഹി മായാധികാര എന്ന് പറയാണ്. കൃഷ്ണൻ സൂര്യന് തുല്യമാണ്, മായയാണെങ്കിലോ ഇരുട്ടിന് തുല്യമാണ്. അപ്പോൾ യഹാൻ കൃഷ്ണ, എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ഇരുട്ടില്ല, സൂര്യനുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ഇരുട്ടില്ല. അപ്പോൾ യഹാൻ കൃഷ്ണ താഹാൻ നഹി മായ അധികാര, അവിടേക്ക് മായയ്ക്ക് അധികാരമില്ല, അവിടെ ഉണ്ടാവില്ല മായ എന്നാണ്. അപ്പോൾ കൃഷ്ണനെ ശരണം പ്രാപിക്കുക, എപ്പോഴും കൃഷ്ണൻ്റെ സേവനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഓരോ ജീവാത്മാക്കളുടെയും വലിയ കാര്യം. ഇത് എന്താണ് ഈ കെട്ട് എന്തെന്ന് ചോദിച്ചാൽ അതാണ് അഹങ്കാരം. ഈ അഹങ്കാരം നമുക്ക് എല്ലാവർക്കും പറയാതിനുണ്ട്, ആവശ്യത്തിനധികമുണ്ട്. ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഒരു ഈവൻ ഡിവോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഞാനാണ് ലീഡർ, ഞാൻ പറയുന്നത് എല്ലാവരും കേട്ടാൽ മതി, ഞാൻ തന്നെയാണ് കറക്റ്റ് എന്നുള്ള ചിന്തയുണ്ടാകും. ഇതെല്ലാം ഹൃദയഗ്രന്ഥിയാണ്. ഇങ്ങനെ ഉണ്ടായാൽ ഇപ്പോൾ ഇവിടെ ലീഡറായിട്ടിരിക്കാം, പക്ഷെ ഭഗവാന്റെ ലോകത്തെത്താൻ പറ്റില്ല. ഭഗവാന്റെ ലോകത്തുണ്ടെങ്കിൽ ഒരു തരത്തിലും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള ബോധം നമുക്ക്
ഉണ്ടായാൽ മാത്രമേ ആ ഹൃദയത്തിൽ ആര് പ്രവേശിക്കത്തുള്ളൂ? ഭഗവാന്റെ പ്രവേശനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാം. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിൽ പറയാണ്, കൃഷ്ണൻ എപ്പോഴും യുധിഷ്ഠിര മഹാരാജിൻ്റെയും പഞ്ചപാണ്ഡവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എവിടെയൊക്കെ പ്രശ്നം ഉണ്ടായോ ആ സമയത്തെല്ലാം ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാൻ അവരുടെ ഉറ്റ സുഹൃത്താണ്, എല്ലാവരുടെയും സുഹൃത്താണ്. സർവസ്യചാഹം എന്താ പറയുക, ഞാൻ എല്ലാവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു, എല്ലാവരും എൻ്റെ സുഹൃത്താണെന്ന് ഭഗവാൻ പറഞ്ഞിരുന്നാലും ഇവിടെ അവർ അനുഭവിച്ചു, ഒരു പേഴ്സണലി കൃഷ്ണനുമായിട്ട് മിങ്കിൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നന്നായിട്ടറിയാം കൃഷ്ണൻ എൻ്റെ സുഹൃത്താണ്. അതുകൊണ്ടാണ് കുന്തിദേവി എന്താ പറയുക, കൃഷ്ണനെ സ്തുതിക്കുമ്പോൾ പറയാണ്, ഭഗവാനെ എനിക്ക് എപ്പോഴും പ്രശ്നം തരും, ഓരോ പ്രാവശ്യം പ്രശ്നം തരുമ്പോൾ എൻ്റെ ആശ്രയം ഭഗവാൻ മാത്രമാണ്. എനിക്ക് പ്രശ്നം വരുമ്പോഴെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നത്. അങ്ങാണ് എന്നെ ഓരോ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. എപ്പോഴൊക്കെ രക്ഷിച്ചത്? എൻ്റെ മകന് വിഷം കൊടുത്തപ്പോൾ ഭീമനെ രക്ഷിച്ചു, അല്ലേ? അവരെല്ലാം അരക്കില്ലത്തിൽ കത്തിച്ച് കൊല്ലാൻ പോയപ്പോൾ അവിടെ രക്ഷിച്ചു. അപ്പോൾ മരുമകളെ രക്ഷിച്ചു. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ പ്രശ്നത്തിനും എൻ്റെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടികളെ മുഴുവനും അങ്ങാണ് പ്രൊട്ടക്റ്റ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ പ്രയാസം വന്നപ്പോൾ എല്ലാം ഞാൻ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാനെ അങ്ങ് എനിക്ക് എപ്പോഴും പ്രശ്നം തരുമെന്ന് കുന്തിദേവി പ്രാർത്ഥിച്ചു. ഭീഷ്മസ്തുതിയിൽ ഭീഷ്മർ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഭഗവാൻ പരമപുരുഷനാണ്. ആ ലീല എങ്ങനെ, ആ യുദ്ധഭൂമിയിൽ ഭഗവാന്റെ മേലെ ഇങ്ങനെ ആ ഡസ്റ്റ് പൊടിയെല്ലാം കൊണ്ടിട്ട് ആ വേർവയൊക്കെ ഉണ്ടായിരുന്നു, അതിലിങ്ങനെ വന്നിട്ട് രഥത്തിൽ വരുന്ന ആ രംഗം എങ്ങനെ കൃഷ്ണൻ ഭീഷ്മർ മനസ്സിൽ വിചാരിച്ചിട്ട് പറയാണ്, ഈ രൂപം എന്നും എൻ്റെ മനസ്സിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അവരനുഭവിച്ചു, നേരിട്ട് കൃഷ്ണനെ അനുഭവിച്ചു അവർ. അപ്പോൾ യുധിഷ്ഠിര മഹാരാജിന് ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും ആരാ രക്ഷിച്ചത്? ഭഗവാൻ തന്നെ. ദ്രൗപദി കാട്ടിൽ ഇവരെല്ലാം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കാട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ദുര്യോധനനെ അയച്ചപ്പോൾ ഒരു ദിവസം ദുര്യോധനനെ ഇവരെല്ലാം കാട്ടിൽ അയച്ചിരുന്നാലും ഈ അസൂയ, അഹങ്കാരം, ഇത് കാരണം അയാൾക്ക് മനസ്സമാധാനമേ ഉണ്ടാവില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അതുപോലെ ദുര്യോധനെ കാട്ടിൽ പറഞ്ഞു വിട്ടു, ഇനി ഹാപ്പി ആയിട്ട് ഇരിക്കാമായിരുന്നു, പക്ഷേ ഇരിക്കാൻ സാധിക്കുന്നില്ല. ഈ പാണ്ഡവന്മാരവിടെ കഷ്ടപ്പെടണം, ഇവർ ഇനിയും നശിച്ചു പോകണം, ഇനി തിരിച്ച് വരാനേ പാടില്ല എന്ന് ഇവരെ ആരെങ്കിലും ശപിക്കണം എന്നുള്ളതെല്ലാം ഇവരുടെ വളരെ മോശമായ ചിന്തയാണ്. അങ്ങനെ ദുർവാസ മുനി കൊട്ടാരത്ത് ഹസ്തിനാപുർ വന്നപ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്തു? ദുർവാസ മുനി നന്നായിട്ട് കെയർ ചെയ്ത് ആഹാരം എല്ലാം കൊടുത്തു. കാരണം മുനിക്ക് എപ്പോൾ ശാപം വരും, എന്ത് ശാപം കൊടുക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് പേടിച്ചിട്ടായിരുന്നാലും വളരെ കെയർഫുള്ളായിട്ട് സർവീസ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് മാത്രം അനുഗ്രഹം തന്നാൽ പോരാ, എൻ്റെ സഹോദരന്മാരെല്ലാം കാട്ടിൽ വസിക്കുന്നുണ്ട്, അവർക്കും അങ്ങ് പോയി അനുഗ്രഹം കൊടുക്കൂ എന്ന് പതുക്കെ പറഞ്ഞു വിട്ടു. എന്തിനാ പറഞ്ഞു വിട്ടത്? അനുഗ്രഹം കൊടുക്കാനല്ല. ഈ കാട്ടിൽ വസിക്കുന്നവർക്ക് ദുർവാസ മുനിയും ഈ ആയിരക്കണക്കിന് വന്നിരിക്കുന്ന ശിഷ്യന്മാർക്കും ആഹാരം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് ആർക്കുണ്ടായിരുന്നു? ദുര്യോധനുണ്ടായിരുന്നു. അതുകൊണ്ട് അയച്ചതാണ്. പക്ഷേ അവരുടെ ഒപ്പം ബ്രാഹ്മണന്മാരും ഭഗവാന്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കൊരു അക്ഷയപാത്രം ഉണ്ടായിരുന്നു. എന്ത് ദ്രൗപദി കഴിക്കുന്നതിന് മുമ്പ് വരെ എത്ര കൊടുത്താലും അതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അന്നത്തെ ദിവസം എന്തായി? ദ്രൗപദി കഴിച്ചു, പാത്രം കഴുകി അവിടെ കവിഴ്ത്തി വെച്ചു. ആ സമയത്താണ് ദുർവാസ മുനിയുടെ വരവ്. ആര് പറഞ്ഞിട്ടാണ് വരുന്നത്? ദുര്യോധനൻ റിക്വസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു വിട്ടതാണ്, സഹോദരന്മാർക്ക് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജ് വന്നപ്പോൾ വളരെ സന്തോഷമാണ് ദുർവാസ മുനിയെ പോലെയുള്ള വലിയ ശ്രേഷ്ഠമായ മുനിമാരെ സേവിക്കാനായിട്ട്. പക്ഷെ എന്നാൽ പെട്ടെന്ന് തന്നെ യുധിഷ്ഠിര മഹാരാജിന് ഒരു വിഷമം ഉണ്ടായി മനസ്സിലാക്കി. എന്താണ്? ഞാൻ എങ്ങനെ ഇവർക്കെല്ലാം ആഹാരം കൊടുക്കും? വീട്ടിൽ വരുന്ന വൈഷ്ണവർക്ക്, ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കണം, അവരെ സേവനം ചെയ്യണം, അത് ധർമ്മമാണ്, ഞാൻ എങ്ങനെയാണ് ഇവരെ സേവിക്കുക എന്ന് പറഞ്ഞ് യുധിഷ്ഠിര മഹാരാജ് വളരെ വിഷമം ഉണ്ടായി. ഇമ്മീഡിയറ്റായിട്ട് മനസ്സിലെന്തായിരുന്നു? നമ്മുടെ കയ്യിൽ അക്ഷയപാത്രം ഉണ്ടല്ലോ. അപ്പോൾ ദ്രൗപദിയെ വിളിച്ച് പറഞ്ഞു, ദ്രൗപദി നീ ഇവർക്കുള്ള പ്രസാദമൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ദുർവാസ മുനിയുടെ പോയി പറഞ്ഞു, അങ്ങ് പോയി കുളിച്ചിട്ട് വരൂ, അതിൻ്റെ ഇടയ്ക്ക് പ്രസാദമെല്ലാം ഉണ്ടാകും. ദ്രൗപദി കരഞ്ഞു, കേട്ടതൊന്നും കരഞ്ഞു. കാരണം എന്താണ്? ദ്രൗപദി കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ചു. പക്ഷേ ഇവരുടെ ഹൃദയത്തിൽ ഫൈനലി എല്ലാം പോയാൽ ശരണം പ്രാപിക്കുന്ന ഒരാളേ ഉള്ളൂ, ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിക്കും. യുധിഷ്ഠിര മഹാരാജ് മനസ്സിൽ കൃഷ്ണനെ വിചാരിച്ചു,
ദ്രൗപദിയും അതേ സമയത്തിൽ കേശവ എനിക്ക് വേറെ ഒരു ഗതിയുമില്ല, ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ടിട്ടല്ലോ എന്ന് പറഞ്ഞ് ദ്രൗപദി സിൻസിയറായിട്ട് മനസ്സിൽ കൃഷ്ണനെ ധ്യാനിച്ചു. ഇമ്മീഡിയറ്റായിട്ട് വന്നു. കാരണം കൃഷ്ണൻ ദൂരെയല്ല ഇരിക്കുന്നത്, കൃഷ്ണൻ ഇമ്മീഡിയറ്റായിട്ട് കേൾക്കും, അകത്താണ് ഇരിക്കുന്നത്, പുറത്തു വന്നു. ഇതെങ്ങനെ വന്നു എന്ന് ആർക്കും അറിയില്ല. കറക്റ്റ് ടൈമിന് കൃഷ്ണൻ മുന്നിലുണ്ടായിരുന്നു. എന്നിട്ട് ദ്രൗപദിയുടെ വിഷമം കൊണ്ട്, എന്താ ദ്രൗപദി, എന്തിനാ ഇത്രയും വിഷമിച്ചിരിക്കുന്നു ചോദിച്ചപ്പോൾ ദ്രൗപദി കാര്യം പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറയും, ശരി ഒരു കാര്യം ചെയ്യുന്ന ആ പാത്രം എടുത്തിട്ട് വാ. പാത്രം എടുത്തിട്ട് വന്നു. പാത്രത്തിനകത്ത് കൃഷ്ണൻ കറക്റ്റായിട്ടൊരു ചീരയുടെ കഷ്ണം എടുത്തു, കഴിച്ചു. ഭഗവാൻ പ്രീതിപ്പെട്ടതും ജഗത്തിലിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പ്രീതിപ്പെട്ടു. എല്ലാവരുടെ വയറും നിറഞ്ഞു. ഇപ്പോൾ സ്പെഷ്യലായിട്ട് എന്നിട്ട് അപ്പോൾ ദുർവാസ മുനി കുളിച്ചിട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര വയറൊക്കെ ഫില്ലായിരിക്കുകയാണ്. പണ്ടൊക്കെ ആൾക്കാർ വയറ് നിറഞ്ഞാൽ പിന്നെ കഴിക്കില്ല, നമ്മളെപ്പോലെയല്ല. നമ്മളെപ്പോലെ നമുക്ക് വയറ് നിറഞ്ഞാലും ശരി തന്നെ പിന്നെയും എത്ര കയറ്റാൻ പറ്റും അത്രയും കുത്തിയിറക്കും. പക്ഷെ അവരങ്ങനെയല്ല, ഒരു നേരം 2 നേരം കഴിക്കും, അതും വയറ് നിറഞ്ഞെന്ന് തോന്നിയാൽ പിന്നെ എക്സ്ട്രാ കഴിക്കില്ല. അപ്പോൾ ദുർവാസ മുനി പെട്ടെന്ന് കുളിച്ചിട്ട് വന്നപ്പോൾ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, വീർത്തിരിക്കുകയാണ്. ഇനി എങ്ങനെ പോയി കഴിക്കും? അഥവാ നമ്മൾ പോയിട്ട് അവരുടെ വീട്ടിൽ തരുന്ന പ്രസാദം കഴിച്ചില്ലെങ്കിൽ ആ വീട്ടുകാരെ അപമാനിച്ചതുപോലെയാണ്. അപ്പോൾ നമ്മളെ ഒരാളെ വീട്ടിൽ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് നമുക്കെല്ലാം കഴിക്കാൻ തരുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതെ വരുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരാൾ തരുന്ന കാര്യങ്ങളിലല്ല ഇമ്പോർട്ടൻറ്റ്, അവരുടെ സ്നേഹമാണ്. അപ്പോൾ അവരെന്തെങ്കിലും തരുമ്പോൾ സ്നേഹത്തോടു കൂടി കുറച്ചെങ്കിലും തന്നാൽ അത് സ്നേഹത്തോടു കൂടി കഴിക്കണം. അതും നമ്മുടെ ഒരു കൾച്ചറാണ്. നമ്മൾ വീട്ടിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി കൊടുക്കണം. അതും നമ്മുടെ ഒരു സംസ്കാരമാണ്. അപ്പോൾ അതെന്താണ്, ഇത് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ദുർവാസ മുനി അവിടെ നിന്ന് സ്ഥലം വിട്ട് ഓടിപ്പോയി. ഇനി നിന്നാൽ വലിയ പ്രശ്നമാകും എന്ന് ആര് വിചാരിച്ചു? ദുർവാസ മുനി വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ അവർ രക്ഷപ്പെട്ടു ശരിക്കും. അല്ലാന്ന്. അപ്പോൾ ആരാ രക്ഷിച്ചത് ഇവിടെ എന്ന് ചോദിച്ചാൽ കൃഷ്ണനാണ് രക്ഷിച്ചത്. അവരുടെ ഹൃദയത്തിലുണ്ട്. ദ്രൗപദി കരഞ്ഞു. യോദ്ധാക്കന്മാരെ ആയ ഭർത്താക്കന്മാർ 5 പേര്, ഒരാൾക്ക് പോലും രക്ഷിക്കാൻ സാധിക്കില്ല വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ. അപ്പോൾ ഫൈനലി ദ്രൗപദി ആരെ വിളിച്ചു? കൃഷ്ണ എന്ന് വിളിച്ചു. ഇമ്മീഡിയറ്റായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ ചെയ്ത്? അൺലിമിറ്റഡ് ആയിട്ട് സാരി. അപ്പോൾ 5 യോദ്ധാക്കന്മാരായ ഭർത്താവ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല അല്ലേ? അവരെപ്പോലെ പെർഫെക്റ്റ് ദേവൻ്റെ തുല്യമായ ആൾക്കാരാണ് അവരെല്ലാം. അവർക്ക് പോലും സ്വന്തം ഭാര്യമാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. എങ്കിൽ സാധാരണ കലിയുഗത്തിലെ ആൾക്കാർക്ക് എങ്ങനെ സാധിക്കും? സാധിക്കില്ല. അപ്പോൾ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മതി, എല്ലാവരും ഹാപ്പി ആയിരിക്കും കുടുംബത്തിൽ. അപ്പോൾ അങ്ങനെ ഭഗവാനെ എപ്പോഴും സേവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആരുണ്ടാവണം? ഭഗവാൻ ഉണ്ടാവണം. അതുപോലെ കൃഷ്ണൻ ഇങ്ങനെ യുദ്ധത്തിലൊക്കെ കൂടെ നിന്ന് എല്ലാ രീതിയിലും യുദ്ധത്തിൽ ആരെ സഹായിച്ചു? ഈ പഞ്ചപാണ്ഡവരെല്ലാവരും സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഹസ്തിനാപുരത്തിൽ നിന്ന് ഇപ്പോൾ വീട് വിട്ട് പുറത്ത് പോകണം. എവിടെ പോകണം? തിരിച്ച് ദ്വാരകയ്ക്ക് പോകണം. അപ്പോൾ യുധിഷ്ഠിര മഹാരാജിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ വിട വാങ്ങിയാണ്. കാരണം ഇത്രയും കാലം നിങ്ങളുടെ ഒപ്പം വരുന്നു, എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, എൻ്റെ പത്നിമാരെല്ലാം അവിടെയുണ്ട്, അവരെ പോയി എനിക്ക് കാണണം എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ട് മക്കളെല്ലാം ഉണ്ട്. കൃഷ്ണൻ ഓരോ ഭാര്യയ്ക്കും 10 മക്കൾ വീതമുണ്ട്. അങ്ങനെ വലിയ ഒരു ഫാമിലിയാണ്. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? ദ്വാരകയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതും യുധിഷ്ഠിരമാരെ ഭയങ്കര സ്നേഹത്തോടുകൂടിയും വിഷമത്തോടുകൂടി കൃഷ്ണൻ പോകണമെന്ന് കേട്ടതേ ഉള്ളൂ. യുധിഷ്ഠിരമാരാജ് അങ്ങനെ ജീവൻ നിലച്ചു. കാരണം യുധിഷ്ഠിര മഹാരാജിൻ്റെ ലൈഫ് ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാനാണ്. യുധിഷ്ഠിര മഹാരാജ് ധർമ്മിഷ്ഠനാണ്. കൃഷ്ണന് ഏറ്റവും ഇഷ്ടമാണ് യുധിഷ്ഠിര മഹാരാജ്. യുധിഷ്ഠിര മഹാരാജും കൃഷ്ണന് ജീവന് തുല്യമാണ്. എന്തും കൃഷ്ണൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ചെയ്തുള്ളൂ. കൃഷ്ണനാണ് മുന്നിൽ വരും എപ്പോഴും. അപ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഈ ചൂത് കളിക്കുമ്പോൾ മാത്രം കൃഷ്ണനെ വിളിച്ചില്ല? കാരണം അത് കൃഷ്ണൻ്റെ അറേഞ്ച്മെൻറ്റാണ്. കൃഷ്ണൻ യുധിഷ്ഠിരനെ ചിന്തിക്കാൻ വിട്ടില്ല ആ സമയത്ത്. കാരണം യുധിഷ്ഠിരർ അഥവാ അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ കൃഷ്ണൻ വന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഈ യുദ്ധം നടക്കില്ല. ഈ യുദ്ധം നടന്നില്ലെങ്കിൽ ആർക്ക് ഉപദേശം ചെയ്യാൻ പറ്റില്ല? അർജുനന് ഈ ഭഗവത്ഗീത ഉപദേശം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കൃഷ്ണൻ്റെ വരവിൻ്റെ ഉദ്ദേശം തന്നെ ഭഗവത്ഗീത നമ്മളെ പോലത്തെ ജീവാത്മാക്കളുടെ ഹൃദയം പരിശുദ്ധമാക്കണമെങ്കിൽ ഈ ശ്രീമദ് ഭഗവത്ഗീത നമുക്ക് ഉപദേശം തരണം. അതിനുവേണ്ടി യുധിഷ്ഠിര മഹാരാജിനെ കൊണ്ട് കൃഷ്ണനെ വിളിപ്പിക്കാത്തതാണ്. അല്ലെങ്കിൽ കൃഷ്ണനെ ആര് വിളിക്കും എന്ന് ചോദിച്ചാൽ യുധിഷ്ഠിര മഹാരാജ് വിളിക്കുമായിരുന്നു. പക്ഷെ അവിടെ വിളിപ്പിച്ചില്ല. ഇതെല്ലാം കൃഷ്ണൻ്റെ തന്നെ പ്ലാനാണ്. ചില കാര്യങ്ങളെല്ലാം കൃഷ്ണൻ ആ യുഗത്തിനനുസരിച്ച് കൃഷ്ണൻ തന്നെ പ്ലാൻ ചെയ്യും. ഇങ്ങനെ തന്നെ നടക്കണം. അതിലാര് കാരണമല്ല, അതിന് ജീവാത്മാവ് കാരണമല്ല. അത് ഭഗവാന്റെ സ്വന്തം ഇഷ്ടപ്രകാരം. ഭഗവാൻ എന്താ? സ്വരാട് എന്നാണ് പറയുന്നത്. അത് ഭഗവാന്റെ ഇഷ്ടപ്രകാരം ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അങ്ങനെ
എന്താണ് യുധിഷ്ഠിര മഹാരാജ് കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഭഗവാനെ ഞങ്ങളോടൊപ്പം കുറച്ച് നാളുകൂടെ ഇരുന്നുകൂടെ. ഇതാണ് സ്നേഹം എന്ന് പറയും. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ നമുക്ക് വേണമെങ്കിൽ ഇവരൊന്ന് പോയി തന്നാൽ കൊള്ളായിരുന്നു, സമാധാനമായിട്ടിരുന്ന് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നും ചിന്തിക്കുന്നവരുണ്ട്. വന്നാൽ തന്നെ എന്തിനു കയറി വന്നോ എന്തോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇവരൊന്ന് ഇറങ്ങിത്തന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അതേപോലെ ചിന്തിക്കും 2 ദിവസം കൂടെ ഇരുന്നുകൂടെ എന്ന് ചിന്തിക്കും. അപ്പോൾ സ്നേഹം ഉള്ളിടത്ത് ഒരു ഓട്ടോമാറ്റിക്കായി പറയും. എന്ത് പറയും? ഇരിക്കും, 2-3 ദിവസം കൂടെ ഇരിക്കും, ഇപ്പം എന്തിനാ പോകുന്നതെന്ന് ചോദിക്കും. മറ്റേത് അവർ എപ്പോൾ പോയാൽ മതി എന്ന് വിചാരിക്കും. അപ്പോൾ അതാണ് സ്നേഹം. അപ്പോൾ യുധിഷ്ഠിര മഹാരാജ് അറിയാതെ കൃഷ്ണൻ്റെ അടുത്ത് എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ഭഗവാനെ കുറച്ച് നാൾ കൂടെ എൻ്റെ ഒപ്പം ഇരിക്കുക. അത് യുധിഷ്ഠിര മഹാരാജ് മാത്രമല്ല പറഞ്ഞത്, കുന്തിദേവി ഒന്ന് പ്രാർത്ഥിക്കും. കുന്തിദേവി, കൃഷ്ണ ഞങ്ങൾക്ക് വേറെ ആരുമല്ല, ഞങ്ങളുടെ മുഴുവനും ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നത് കൃഷ്ണനെ തന്നെയാണ്, അങ്ങ് എൻ്റെ കൂടെ ഇരിക്കും. സുഭദ്ര എന്ന് പറയും അല്ലേ. അപ്പോൾ ഉത്തരവെന്ന് പറയും. പരീക്ഷിത് മഹാരാജിന് ഗർഭത്തിലിരിക്കുമ്പോൾ ആരാ രക്ഷിച്ചത്? ഉത്തരയെ ഭഗവാനാണ് രക്ഷിച്ചത് അല്ലേ. അപ്പോൾ ഉത്തരവെന്ന് പറയും. അങ്ങനെ എല്ലാവരെയും സമാധാനം, എല്ലാവരും ഇങ്ങനെ വിഷമിച്ച്, കാരണം അവരുടെ എല്ലാം ജീവൻ പോയതുപോലെയാണ്. ഭീമൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കരമായിട്ട് സംസാരിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഭീമൻ തലകറങ്ങി വീഴും പോലെയായി. ഭീമന് ബോധമേ പോയി. കൃഷ്ണൻ ഭയങ്കര ഇഷ്ടമാണ് ഭീമന്, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ. ആ കൃഷ്ണൻ പോകുന്നു എന്ന് കേട്ടതും ഭീമന് തല ചുറ്റി. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെല്ലാവരെയും സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരിച്ചും കൃഷ്ണൻ ശരി ഞാൻ കുറച്ച് നാൾ കൂടെ അവിടെ ഇരിക്കാം എന്ന് പറയും. ഇതാണ് നമ്മുടെ ഹൃദയത്തിലെ കൃഷ്ണനുണ്ടെങ്കിൽ കൃഷ്ണൻ നമ്മളെ വിട്ട് പോവില്ല. ഭക്തവത്സലനാണ് കൃഷ്ണൻ. എപ്പോഴും ആ ഭക്തന്മാരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, പോകാൻ തോന്നില്ല. കൃഷ്ണൻ തിരിച്ചു വരും, അമ്പലത്തിലുണ്ടാവില്ല. എവിടെയാണ് ഉണ്ടാകുക? നമ്മുടെ ഹൃദയത്തിലിരിക്കും കൃഷ്ണൻ. അടുത്തിരുന്ന് ഗൈഡ് ചെയ്യും. നമ്മുടെ ഡിവോഷൻ സർവീസ്, കൃഷ്ണന് സേവനം ചെയ്യാനുള്ള കാര്യമെല്ലാം നമുക്ക് പറഞ്ഞു തരും. പക്ഷേ നമ്മൾ ഡിവോഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മൾ കൃഷ്ണനെ മറന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം കൃഷ്ണ ഭക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ കൃഷ്ണഭക്തിയിൽ ഉറച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോ അവസരത്തിലും കൃഷ്ണനെ തന്നെ ചിന്തിക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എൻ്റെ ഹൃദയത്തിൽ കൃഷ്ണൻ കുറച്ചുണ്ട്, കൃഷ്ണൻ്റെ സ്മരണയുണ്ട് എന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നകുലനും സഹാദേവൻ എന്തിന് ധൃതരാഷ്ട്രവും ഗാന്ധാരിയും പോലും കൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരെല്ലാം അവിടെ സ്റ്റേ ചെയ്തു. അവിടെ തന്നെ ഇരുന്ന് പാണ്ഡവരുടെ ഒപ്പം ഇരുന്നിട്ട് കുറച്ച് നാൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോൾ ഒരു ഭക്തൻ്റെ പറയുന്നുണ്ട്, എന്താണ് നരസിംഹ ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ട്. ഈ നരസിംഹ ബ്രഹ്മചാരി വന്നിട്ട് ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹം ഒരു യോഗിയെ പോലെയായിരുന്നു, എപ്പോഴും ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന് അങ്ങനെ എപ്പോഴും ചൈതന്യ മഹാപ്രഭുവിനെ ധ്യാനിച്ചു കൊണ്ടേയിരിക്കും. ജഗന്നാഥ് പുരിയിലിരിക്കുമ്പോൾ ഈ നരസിംഹ ബ്രഹ്മചാരി ഒരു ദിവസം എന്ത് ചോദിച്ചാൽ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവനും മനസ്സിൽ ചൈതന്യ മഹാപ്രഭുവാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ചൈതന്യ മഹാപ്രഭുയുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗന്നാഥ് പുരിയിൽ നിന്ന് വൃന്ദാവനം പോവുക, ഇതായിരുന്നു പ്ലാൻ. പക്ഷേ നരസിംഹ ബ്രഹ്മചാരി ഇരിക്കുന്നത് മായാപുരി ഭാഗത്ത് ജഗന്നാഥ് പുരിക്ക് ഇപ്പുറം ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു അങ്ങ് പോകുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചൈതന്യ മഹാപ്രഭു ഇപ്പോൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഫുള്ളി മെഡിറ്റേറ്റ് ചെയ്യും അദ്ദേഹം, ഭഗവാനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു, വൃന്ദാവനത്തിൽ പോകുന്ന ചൈതന്യ മഹാപ്രഭു എൻ്റെ പ്രാർത്ഥന അനുസരിച്ച് എൻ്റെ ഒപ്പം വന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നത് പോലെ അദ്ദേഹം ഇങ്ങനെ കണ്ടിട്ട് ആ വരുന്ന നടക്കുന്ന വേയിൽ അതിലെല്ലാം എന്ത് ചെയ്തു, സ്വർണവും ഡയമണ്ടും എല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നത് പോലെ സങ്കല്പിച്ചു. ഭഗവാൻ അങ്ങനെ വേണം സങ്കല്പിക്കാനായിട്ട്. എങ്ങനെയാണ് ഭഗവാൻ വലിയ ആഡംബരമായിട്ട് എല്ലാ കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്തുക്കളെല്ലാം ഭഗവാനെ അർപ്പിക്കും പോലെയും എല്ലാം നമ്മൾ ഭഗവാനെ സ്മരിക്കണം. എന്നിട്ട് ഭഗവാൻ ആസനം കൊടുത്തിരുത്തണം. ഇതൊക്കെ നമുക്ക് എന്നിട്ട് ഭഗവാന് കൈ കഴുകാനും വാ കഴുകാനും വെള്ളം കൊടുക്കണം. മാനസപൂജയിൽ എങ്ങനെയാണ്, എന്നിട്ട് ഭഗവാന് നിവേദ്യം കൊടുക്കണം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നിവേദ്യം കൊടുക്കണം. എന്നിട്ട് ആ പ്രസാദം നമ്മൾ സ്വീകരിക്കുന്നതായിട്ടൊക്കെ കാണാൻ നമുക്ക്. അപ്പോൾ അതുപോലെ ഈ ബ്രഹ്മചാരി അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിൽ പോകുന്ന ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ തിരിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നതായിട്ട് കണ്ടു. സെയിം അദ്ദേഹം എന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ പറഞ്ഞു, അടുത്തിരുന്നിട്ട് മഹാപ്രഭുദാ വരുന്നു, മഹാപ്രഭുദാ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്നവരൊക്കെ കേട്ടു, ആരും വരുന്നില്ല.
ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, എല്ലാവരും വിചാരിച്ചു വലിയ ഭക്തനാണ് മഹാപ്രഭുവിൻ്റെ, അതുകൊണ്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും അറിയാം ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്ത് പോകാൻ പോകുന്നു. പക്ഷേ പറഞ്ഞു തീർന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഹാപ്രഭു പറഞ്ഞതുപോലെ എവിടെ വന്നു, നരസിംഹ ബ്രഹ്മചാരിയുടെ അവിടെ വന്നിട്ട് ചൈതന്യ മഹാപ്രഭു കെട്ടിച്ചേർത്ത് പിടിക്കും. കാരണം ഇത്രയും മെഡിറ്റേഷൻ, അതായത് ഭഗവാനെ തന്നെ മുഴുവനും മനസ്സിൽ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് സ്മരണ എന്ന് പറയുന്നത്. വേദത്തിലൊരു സ്റ്റോറി കൂടെ പറയും. ആ സ്മരണയ്ക്ക് ആ മാനസ പൂജ അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു ബ്രാഹ്മണൻ സരസ്വതി നദിക്കരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, ദാരിദ്ര്യമായ ബ്രാഹ്മണനാണ്, ഒരു പാചകം ചെയ്യാൻ ഒന്നുമേ ഇല്ല. എന്നിരുന്നാലും ഡെയിലി ഭഗവാനെ ആരാധിക്കും. അപ്പോൾ എന്താണ്, സരസ്വതി നദിയുടെ തീരത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വലിയ അടുപ്പെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു കലം എടുത്ത് വെച്ച് അതിനകത്ത് അരിയെല്ലാം കഴുകിയിട്ടു, പിന്നെ ശർക്കരയെല്ലാം ഇട്ടു, നല്ല കോസ്റ്റ്ലി നല്ല നെയ്യെല്ലാം ഒഴിച്ചു, ഇങ്ങനെ വിഭവമായിട്ട് അങ്ങനെ ഒരു പായസം ഉണ്ടാക്കിയപ്പോൾ നല്ല ചൂട് പായസം. എന്നിട്ട് ഭഗവാനെ നിവേദിക്കാൻ വേണ്ടിയിട്ട് പായസം ഇങ്ങനെ അദ്ദേഹം അറിയാതെ കൈ കൊണ്ടങ്ങ് പോയി. അദ്ദേഹം എന്താണ്, മാനസിക പൂജയാണ്, ഭഗവാന് കൊടുക്കാൻ ഇങ്ങനെ കൈ കൊണ്ട് വാരി കൊടുക്കുമല്ലോ, ആ ഒരു ചിന്തയിൽ അങ്ങനെ തന്നെ കൈ കൊണ്ട് പോയി, കൈ അങ്ങ് പൊള്ളി ഇമ്മീഡിയറ്റ്. അദ്ദേഹം ഇങ്ങനെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഉതറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കൈ ശരിക്കും പൊള്ളിയിരിക്കും. പക്ഷെ ഫ്രണ്ടിൽ പായസമല്ല, ഒന്നുമേ ഇല്ല. അപ്പോൾ ഇതാണ് മാനസിക പൂജ. സാധാരണ പൂജ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര എഫക്റ്റീവാണ് മനസ്സുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് മന്മനാഭവം മദ്ഭക്ത മധ്യാജീമാം നമസ്കുരു എന്ന് പറയും. മനസ്സുകൊണ്ട് എൻ്റെ ഭക്തനാവുക എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് എപ്പോഴും കൃഷ്ണനിൽ ഇങ്ങനെ ഉറച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ കൃഷ്ണനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആരെ കാണാൻ പറ്റില്ല, കൃഷ്ണനെ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ മാനസികമായിട്ട് തന്നെ എന്താണ് ഭഗവാനെ നിവേദിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭക്തന്മാരാണ്, നമ്മളൊപ്പം കൃഷ്ണനുണ്ട്. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ സാധനകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എന്തുമാത്രം സാധന ചെയ്യുന്നുണ്ട്, എൻ്റെ സാധന എത്ര എഫക്റ്റീവായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് നമ്മൾ എത്രത്തോളം സേവനം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിലിരുന്ന് ഫിലോസഫി മനസ്സിലാക്കാം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് കൃഷ്ണനുമായിട്ട് നിത്യം കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ സ്നേഹം ഉണ്ടാവില്ല. ഒരാളെക്കുറിച്ച് കേൾക്കാതെ കാണാതെ അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ കാണാത്ത ഒരാളെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാം? ഇപ്പോൾ എൻ്റെ അച്ഛനെ എനിക്ക് സ്നേഹിക്കാം, എൻ്റെ മക്കളെ എനിക്ക് സ്നേഹിക്കാം, എൻ്റെ ഭാര്യയെ സ്നേഹിക്കാം, എൻ്റെ അമ്മയെ സ്നേഹിക്കാം, അല്ലെങ്കിൽ അവരുടെ അച്ഛനെ സ്നേഹിക്കാം. പക്ഷെ അതിനപ്പുറം അവരുടെ അച്ഛനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് സ്നേഹം ഉണ്ടാവില്ല. ചിലപ്പോൾ എൻ്റെ മുത്തശ്ശനെ എനിക്ക് സ്നേഹം ഉണ്ടാകും. കാരണം എന്തുകൊണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോയിലെങ്കിലും കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അച്ഛനെ അറിയില്ല, അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ അറിയണമെന്നില്ല. അതുകൊണ്ട് അദ്ദേഹവും എനിക്ക് പറഞ്ഞു തന്നിരിക്കണം എന്ന് നിർബന്ധമില്ല. അത് കേൾക്കാത്ത ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ, ഇത് പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിലുള്ളതാണ്. നമ്മുടെ ലൈഫിൽ കേൾക്കാത്ത ഒരാളെ, കാണാത്ത ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഭഗവാനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ, അതുകൊണ്ടാണ് നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമ ശ്ലോകേ, ഉത്തമമായ ആ ശ്ലോകം ശ്രീമദ് ഭാഗവതം. അപ്പോൾ നിത്യം ഭാഗവത, ദിവസവും ഭഗവാനെ സേവിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഡെയിലി ഭഗവാനെക്കുറിച്ച് കേട്ടാൽ, കഥയന്തസ്തമാം നിത്യം ദുഷ്യന്തീച്ച രമന്തിച്ച, ദിവസവും ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ആ സന്തോഷവും പ്രധാനം. കാരണം കൃഷ്ണൻ വന്നിട്ട് സാധാരണ വ്യക്തിയല്ല. നമ്മുടെ കഥകൾ ഡെയിലി കേൾക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് ഒരാൾ അവരുടെ ലൈഫിലെ കുറേ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് പറഞ്ഞു, അങ്ങനെയാണ് എനിക്കിത് സംഭവിച്ചു, അത് സംഭവിച്ചു ഒരു പ്രാവശ്യം പറഞ്ഞു. സെക്കൻഡ് ടൈം വന്നിട്ട് അവർ നമ്മളെ കണ്ടപ്പോൾ പിന്നെയും അവരുടെ കുടുംബക്കാരൻ, ഞാനിങ്ങനെയാണ്, കൊച്ചിലങ്ങനെയായി, എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അന്ന് പറഞ്ഞതല്ലേ എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ സഹിക്കും. ചിലർ പറയും അത് കഴിഞ്ഞിട്ട് ഇതല്ലേ സംഭവിച്ചത്, എന്തിനാ നമ്മളങ്ങനെ പറയുന്നു? ഇനി പറയണ്ട, എനിക്കറിയാം. ഇനി നമുക്ക് കേൾക്കാനുള്ള സന്തോഷമില്ല, കേട്ട സന്തോഷം കിട്ടുന്നില്ല, നമുക്ക് മതിയായി, അത് കേൾക്കണ്ട. അതുകൊണ്ടാണ് അവർ പറയുന്നതിന് മുമ്പ് അതല്ലേ സംഭവിച്ചത്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളവരെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഭഗവാന്റെ കഥകൾ എത്ര പ്രാവശ്യം വായിക്കുന്നു? രാമായണം ജീവിതകാലം മുഴുവൻ ആൾക്കാർ വായിക്കുന്നുണ്ട്, മാസങ്ങളോളം വായിക്കുന്നുണ്ട്, എന്നിട്ടും ഭയങ്കര സന്തോഷം കിട്ടുന്നു.
കാരണം ജന്മകർമ്മ ചമേ ദിവ്യം, ഭഗവാന്റെ ജന്മം ഭഗവാന്റെ കർമ്മം അത് ദിവ്യമായതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവ്യമായ കഥകൾ ദിവസവും കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയഗ്രന്ഥി, ഹൃദയത്തിലിരിക്കുന്ന ആ കെട്ട് എല്ലാം അഴിഞ്ഞു പോകും. ശൃണ്മതാം സുഹൃത കൃഷ്ണ പുണ്യശ്രവണ കീർത്തനം, ആ കീർത്തനം പുണ്യം നമുക്ക് എന്ത് കിട്ടും? ആ കീർത്തനം പുണ്യമുണ്ടാക്കും. നമ്മുടെ പുണ്യമുണ്ടാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കാണ് കൃഷ്ണൻ്റെ സേവനം നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്നേഹം ഉണ്ടാകും. അതുകൊണ്ടാണ് കൃഷ്ണൻ അവരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഇമ്മീഡിയറ്റായിട്ട് തിരിച്ചു വരും. കൃഷ്ണൻ സ്നേഹത്തിൻ്റെ മുന്നിൽ കാലിൽ വീണ് നമസ്കരിക്കും. യുധിഷ്ഠിര മഹാരാജിൻ്റെ കാലിൽ വീണ് നമസ്കരിക്കും. കൃഷ്ണൻ ആരുടെ കാലിൽ വീഴേണ്ടത്? പരമപുരുഷനായ ഭഗവാൻ യശോദയുടെ കാല് തൊട്ട് നമസ്കരിക്കും. നന്ദബാബയുടെ കാല് തൊട്ട് നമസ്കരിക്കും. നന്ദബാബയുടെ ചെരുപ്പെടുത്ത് തലയിൽ വെച്ചിട്ട് കൃഷ്ണൻ കൊണ്ടുപോകും. അപ്പോൾ കൃഷ്ണൻ എത്ര ഗ്രേറ്റ് ആണെന്ന് ആലോചിച്ചു. കാരണം കൃഷ്ണൻ അതാണ് ഇഷ്ടം. യശോദ വടിയെടുത്ത് ഓട്ടിക്കുന്നതാണ് കൃഷ്ണന് ഇഷ്ടം. കൃഷ്ണൻ അല്ലാതെ യശോദ ഇങ്ങനെ വാരി കൊടുത്തിട്ട് കഴിപ്പിക്കുന്നതല്ല കൃഷ്ണന് ഇഷ്ടം. കൃഷ്ണൻ എന്താ ഇഷ്ടം? ആ ലീലയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കൃഷ്ണൻ ഭൗതിക ലോകത്തിൽ ഭൂമിയിൽ വരുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്യുന്നു? യുധിഷ്ഠിര മഹാരാജിനെ കണ്ടപ്പോൾ കാലിൽ വീണ് നമസ്കരിച്ചു. ഭീമനെ കണ്ടപ്പോൾ കെട്ടിച്ചേർത്ത് വെച്ചു, അല്ലേ? യുധിഷ്ഠിര മഹാരാജും ഭീമനെ കണ്ടപ്പോൾ നമസ്കരിച്ചു. പക്ഷെ അർജുനനെ കണ്ടപ്പോൾ കെട്ടിച്ചേർത്ത് പിടിച്ചു. കാരണം എന്തുകൊണ്ട്? ഒരേ തുല്യമായ പ്രായക്കാരാണ്. നകുലനും സഹാദേവനും കണ്ടപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ കൃഷ്ണൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ കൃഷ്ണൻ അവർക്ക് രണ്ടുപേർക്ക് അനുഗ്രഹം കൊടുത്തു. രണ്ടുപേർക്ക് അനുഗ്രഹം കൊടുത്തു. രണ്ടുപേരെ കൃഷ്ണൻ നമസ്കരിച്ചു, ഒരാളെ കെട്ടിച്ചേർത്ത് പിടിച്ചു. അപ്പോൾ കൃഷ്ണൻ എങ്ങനെയാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു ഓരോരുത്തരുടെ അടുത്ത്? ആ സ്നേഹം കൃഷ്ണൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രായം ഇങ്ങനെ ചെന്നുകൊണ്ടേയിരിക്കും, നാളുകൾ കടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കണം. അപ്പോൾ ദിവസവും ഭാഗവതം എങ്ങനെ വായിക്കണം വെച്ചാൽ, ഒരു ദിവസം ഒരു ശ്ലോക വായിച്ചു വെച്ചു പോയി, പിന്നെ 2 ദിവസം വായിച്ചില്ല, പിന്നെ ഒരു ദിവസം എടുത്ത് വായിച്ചു, ഇങ്ങനെ വന്നാൽ രസം ഉണ്ടാവില്ല. നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ അങ്ങ് ഭാഗവതം ശ്രീമദ് ഭാഗവതം വായിക്കാനായിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ രസം ഉണ്ടാവും. അതിൻ്റെയോടൊപ്പം ആചാര്യർ പറയുന്ന ഓരോ എക്സ്പ്ലനേഷൻ, അവർ പറയും ഇങ്ങനെ വായിക്കൂ, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയും. ഓരോ ഫിലോസഫി അതിനെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സിൻസിയറായിട്ട് അത് പഠിക്കുമെങ്കിൽ, അത് ഫോളോ ചെയ്യുമെങ്കിൽ ഉറപ്പാണ് കൃഷ്ണൻ എവിടെ ഉണ്ടാകും? ഹൃദയത്തിൽ കൃഷ്ണൻ വസിക്കും എന്നുള്ളതിൽ സംശയമില്ല. നാഹം ദിഷ്ടാമി വൈകുണ്ഠേ നാ യോഗി ഹൃദയരവ എത്ര ഗായന്തി ഭക്ത തത്ര ദിഷ്ടാമി നാരദ. നാഹം ദിഷ്ടാമി വൈകുണ്ഠേ, ഞാൻ വൈകുണ്ഠത്തിലല്ല വസിക്കും. നാ യോഗി ഹൃദയരവ, യോഗികളുടെ ഹൃദയത്തിലും അല്ല. പിന്നെ എവിടെയാണ്? എത്ര ഗായന്തി മത്ഭക്ത, എൻ്റെ ഭക്തന്മാർ എവിടെയാണോ നാമം ജപിക്കുന്നത് തത്ര ദിഷ്ടാമി നാരദ, ഞാൻ അവിടെ ഉണ്ടാകും നാരദ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ദൂരെയല്ല ഇരിക്കുന്നത്, ഭഗവാൻ നമ്മുടെ അടുത്താണ് ഇരിക്കുന്നത്. നമ്മൾ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ, അതും സിൻസിയറായിട്ട് നമ്മൾ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ അടുത്തുണ്ട്, വേറെ എവിടെയില്ല. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, നമ്മൾ റോങ്ങായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ഭഗവാൻ പരമാത്മാവായിട്ട് നമുക്ക് കറക്റ്റ് ഗൈഡ് ചെയ്യും. നമ്മളൊരു തെറ്റായ മോശമായിട്ട് ഒരാളെ ദ്രോഹിക്കുന്ന രീതിയിൽ ഒരു ചിന്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോവുകയോ പറയുമ്പോൾ കറക്റ്റായിട്ടൊരു ഇൻസ്ട്രക്ഷൻ വേറൊരാൾ വന്ന് തരും, അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു ഭക്തനാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് ആ വ്യക്തി പറയുന്ന വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് അതൊരു ഭക്തനാണ് പറഞ്ഞത്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് സ്റ്റോപ്പ് ചെയ്യും. ഭക്തി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അഹങ്കാരം കൊണ്ട് ഞാൻ വിട്ടുകൊടുക്കില്ല, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അവർക്ക് നാശമുണ്ടാകും, അല്ലേ? കാരണം ഭക്തൻ്റെ ക്വാളിറ്റി അതാണ്. തെറ്റ് എല്ലാവരും ചെയ്യും, ആർക്ക് വേണമെങ്കിലും തെറ്റ് സംഭവിക്കും, തെറ്റ് എല്ലാവരും ചെയ്യും. പക്ഷെ ഭക്തന്മാർ ഇമ്മീഡിയറ്റായിട്ട് അനുസരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പ്രഹ്ലാദ മഹാരാജിൻ്റെ അമ്മ കയാതു വന്നിട്ട് ഗർഭത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹിരണ്യകശിപു തപസ്സിന് പോയിരിക്കുകയാണ്. അപ്പോൾ ദേവന്മാരൊക്കെ വിചാരിച്ചു ഹിരണ്യകശിപുവിനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യ, ഭയങ്കര അസുരനാണ്, അത്രയും ഉപദ്രവിക്കുന്നു. ഇനി ഈ പ്രഹ്ലാദ മഹാരാജ് കയാതുവിടെ ജനിക്കാൻ പോകുന്ന ഈ കുട്ടിയും കൂടെ വന്നാൽ തീർന്നു, ദേവന്മാരെല്ലാം കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യും.
അതും ഭയങ്കര പവർഫുള്ളാണ്. കയാതുവിനെ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര തേജസ്സായിട്ടിരിക്കുകയാണ്. ഈ അസുരൻ നോർമലായിട്ടുള്ള അസുരനല്ല എന്ന് ആര് തീരുമാനിച്ചു? ദേവന്മാർ. അതുകൊണ്ട് ഗർഭത്തിനകത്ത് തന്നെ കൊല്ലാൻ തീരുമാനിച്ചു. അതേ സമയത്ത് നാരദമുനി വന്ന് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഈ ഗർഭത്തിനകത്തിരിക്കുന്ന കുഞ്ഞെന്ന് പറയുന്നത് സാക്ഷാത് ഭഗവാൻ വിഷ്ണുവിടെ പരമഭക്തനാണ്, ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾ വിട്ടേക്ക്, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റായിട്ട് ദേവന്മാരെല്ലാം ഉപേക്ഷിച്ചു. നാരദമുനി പറഞ്ഞാൽ ഞങ്ങൾ അതേപോലെ അനുസരിക്കാം എന്ന് പറഞ്ഞു. ഇതാണ് ദേവന്മാരുടെ ക്വാളിറ്റി. തെറ്റ് ചെയ്യും, ദേവന്മാരും തെറ്റ് ചെയ്യും, അസുരന്മാരും തെറ്റ് ചെയ്യും, എല്ലാവരും തെറ്റ് ചെയ്യും. പക്ഷെ ദേവന്മാർ ഒരു ഉപദേശം കൊടുത്തപ്പോൾ അതിനെ സ്വീകരിച്ചു. അതാണ് അവരുടെ ക്വാളിറ്റി. എന്നിട്ട് അവരെന്ത് ചെയ്ത്? അവരെ കറക്റ്റ് ചെയ്തു. അതുപോലെ ശ്രീമദ് ഭാഗവതത്തിൽ ഇപ്പോൾ പ്രഭുപാദിൻ്റെ ഭാഗവതം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കറക്ഷൻസ് ഉണ്ട്. നമ്മളെന്താ പറയുക, നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എങ്ങനെ ഒരു ജീവാത്മാവിനെ നന്നാക്കാൻ എന്നുള്ള ഫിലോസഫി കൊടുത്തിട്ടുണ്ട്. അപ്പം നിരന്തരം വായിക്കുമ്പോൾ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് നമ്മളെ പരിശുദ്ധമാക്കാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിലെ ഭഗവാനെ കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവരുടെ ഹൃദയത്തിലും കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരെയും അത്രയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. ആരെയും ഫിസിക്കലി മെൻ്റലി നമ്മൾ അബ്യൂസ് ചെയ്യില്ല. അതൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ എല്ലാവർക്കും കുറവുകളും ഉണ്ടാകും. അതെല്ലാം നിരന്തരം ശ്രീമദ് ഭാഗവതം വായിക്കുകയാണെങ്കിൽ ആ ഒരു മാലിന്യം നമ്മളിൽ നിന്ന് മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. വളരെ നന്ദി. പ്രഭുവിൻ്റെ തിരക്കുള്ള സമയത്തും പ്രഭു ഞങ്ങളുടെ കൂടെ